ഈ ഒരു പവർ പ്ലഗ് ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിയതാണ്. ഇവരുടെ യൂറോപ്യൻ സ്റ്റൈൽ പവർ പ്ലഗ് 15 ദിറംസ് ആയിരുന്നു ഇത്. അതുപോലെ ഈ ഒരു അഡാപ്റ്റർ വാങ്ങാൻ കിട്ടും. ഇത് 2 പീസ് 8 ദിറംസ് ആണെന്ന് തോന്നുന്നു. അപ്പോൾ ഇത് ഇവിടെ വരുമ്പോൾ മസ്റ്റായിട്ട് കൊണ്ടുവരിക. കാരണം ഈ ടൈപ്പ് കണക്ഷനാണ് നമുക്ക് കിട്ടുന്നത്. നമ്മൾ UAE യൂസ് ചെയ്യുന്ന പ്ലഗ് ഇവിടെ യൂസ് ചെയ്യാൻ പറ്റില്ല. ഈ ഒരു ഐറ്റം നമ്മൾ വാങ്ങിക്കൊണ്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഇത് വാൾനട്ടിൻ്റെ മരമാണ്. വാൾനട്ട് നിൽപ്പുണ്ടാവില്ല, പക്ഷേ പച്ച കളറിലാണുള്ളത്. അതായത് വിളഞ്ഞ് പാകമായിട്ടില്ല. വീഡിയോയിൽ കാണാൻ പറ്റുന്നുണ്ടോയെന്ന് അറിയില്ല. എല്ലാ ഷോപ്പിലും നമുക്ക് ബിയർ വാങ്ങാൻ പറ്റും. സെൻ നിനോ സ്ഥാപിച്ച ഒരു മരക്കുരിശിൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു മരക്കുരിശ് സ്ഥാപിച്ചിട്ടുണ്ട് സെൻറ്ററിൽ. ഈ ഒരു ഭാഗത്താണ് പണ്ട് സെൻ നിനോ ഒരു മരക്കുരിശ് സ്ഥാപിച്ചതെന്നാണ് വിശ്വസിക്കുന്നത്. ആ ഒരു കുരിശിൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു മരക്കുരിശുള്ളത്. ഇത് നമ്മൾ വന്ന മെയിൻ റോഡ്. Historical old Skreita in after 2 kilometer. This is new Skreita, Sovjetunion time. Common state with this Skreita. But this is historical. ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. രണ്ടാമത്തെ ദിവസത്തിലെ ആദ്യത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നലെ കാഴ്ചകൾ കണ്ടു നിർത്തിയത് ഗുഡ് നമ്മുടെ ഗൈഡ് എത്തിയിട്ടുണ്ട് താഴെ. വി ആർ റെഡി. നമ്മുടെ ഗൈഡ് താഴെ എത്തി. അപ്പോൾ നമ്മൾ ഇന്നത്തെ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. മക്തേഷ പേരാണ് നമ്മുടെ നാവിന് വഴങ്ങാത്തത്. മക്തേഷ എന്ന് പറയുന്നൊരു ഓൾഡ് വില്ലേജ് ഉണ്ട്. അതിൻ്റെ കുറേ കാഴ്ചകളുണ്ട്. നമ്മൾ ഇന്നലെ വീഡിയോ നിർത്തിയത് വൈകുന്നേരം ഹോട്ടലിലെത്തിയിട്ട് നമ്മൾ പുറത്തിറങ്ങി കുറച്ച് ഫുഡൊക്കെ വാങ്ങാൻ വേണ്ടി വെളിയിലിറങ്ങി. ഇതൊരു ഇപ്പോൾ ഡെവലപ്പ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥലമാണ് ഈ സ്ഥലം. ഈ കാണുന്ന ബിൽഡിംഗ് എല്ലാം ഈ അടുത്ത കാലത്ത് ഉണ്ടാക്കിയതാണ്. ഇത് ശരിക്കും സിറ്റിയുടെ പുറത്തുള്ള ഒരു ഏരിയയാണ്. പക്ഷേ ഇപ്പോൾ നന്നായിട്ട് ഡെവലപ്പായിട്ട് വരുന്നുണ്ട്. നല്ല ഡെവലപ്മെൻറ്റ്സ് ആണ് ഈ ഒരു ഏരിയയിലുള്ളത്. ഞാനൊരു മെഡിക്കൽ ഷോപ്പിൽ പോയിട്ടുണ്ടായിരുന്നു, അതുപോലെ സൂപ്പർ മാർക്കറ്റിൽ പോയിട്ടുണ്ടായിരുന്നു. എല്ലാം നമ്മൾ UAE-ലൊക്കെ കാണുന്ന രീതിയിലുള്ള നല്ല ക്വാളിറ്റിയുള്ള ഐറ്റംസും അതുപോലെ തന്നെ ആ ഒരു ലെവലിലുള്ള സൂപ്പർ മാർക്കറ്റും കാര്യങ്ങളൊക്കെയാണ് ഇവിടെയുള്ളത്. റേറ്റും നോക്കുമ്പോൾ UAE ആയിട്ട് ഏകദേശം സിമിലറാണ്. വലിയ വ്യത്യാസമൊന്നുമില്ല. എല്ലാം നല്ല ക്വാളിറ്റി ബ്രാൻഡഡ് പ്രോഡക്റ്റ്സ് ആണ് എല്ലാ ഷോപ്പിലും ഒക്കെ ഉള്ളത്. അതിനുശേഷം ഇന്ന് രാവിലെ പുറത്തിറങ്ങി ഫുഡ് എന്തെങ്കിലും കിട്ടുമെന്ന് നോക്കി. ഇവിടെ ഷോപ്പൊക്കെ ഓപ്പൺ ആകുമ്പോൾ 10 മണിയോളം. സമയം ഇപ്പോൾ 9 മണിയായി. രാവിലെ തന്നെ നമുക്ക് ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഈ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് ട്ബിലിസിക്ക് പോകുന്ന റോഡാണ്. രാവിലെ തന്നെ റോഡിൽ തിരക്ക് തുടങ്ങി. ഞാൻ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയാണ്. എന്തെങ്കിലും കിട്ടുമെന്ന് നോക്കാൻ വേണ്ടി, അടുത്ത എന്തെങ്കിലും ഷോപ്പുണ്ടോ എന്ന് നോക്കാൻ വേണ്ടി ഇറങ്ങിയതാണ്. ഇവിടെ ഒരു ബേക്കറി പോലത്തെ ഒരു ഷോപ്പ് ഉണ്ട്. ഇവിടെ കുറച്ച് ബ്രെഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിൽ നിന്ന് എന്തെങ്കിലും വാങ്ങാം. വേറൊരു ഷോപ്പിൽ, അവിടുത്തെ ഒരു ഷോപ്പിൽ വന്നപ്പോൾ അവരവിടെ എന്തോ ബ്രെഡൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. 10 മണിക്ക് റെഡിയാവുമെന്ന് പറഞ്ഞു. ഇത് ഞാൻ താമസിക്കുന്ന ഹോട്ടലിൻ്റെ തൊട്ടടുത്ത് തന്നെയുള്ള ഒരു സ്ട്രീറ്റാണ്. ഇവിടെ ഒരു 4-5 ബേക്കറിയും ഒരു ചെറിയൊരു വില്ലേജ് പോലത്തെ ഒരു സ്ഥലമാണ്. ഉള്ളിലോട്ട് കയറി കഴിഞ്ഞാൽ 3 ഹോട്ട് ഡോഗ്, ഒരു മീറ്റിൻ്റെ ഒരു ബ്രെഡ് പോലത്തെ ഒരു സാധനം, പിന്നെ ബണ്ണ് പോലത്തെ സാധനം 11.5 ലാറിയാണ്. ഏകദേശം ഒരു 13-14 ദിറംസ്. ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ട്ബിലിസിക്ക് പോകുന്ന ഒരു മെയിൻ സ്ട്രീറ്റാണ്. ഇതാണ് ഇവിടുത്തെ പബ്ലിക് ബസ്. രാവിലെ ട്ബിലിസിക്ക് പോകുന്ന ആൾക്കാർ ബസ്സിൽ കയറി പോകുന്നതാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഹോട്ടൽ, ഓറ ഹോട്ടൽ. അവിടെ ഒരു കോഫി ഷോപ്പുണ്ട്. അവിടെ പോയിട്ട് കോഫി വാങ്ങാം. ഇവിടുത്തെ ഒരു ചെറിയൊരു കോഫി ഷോപ്പാണ്. കോഫി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. എല്ലാ ഷോപ്പിലും നമുക്ക് ബിയർ വാങ്ങാൻ പറ്റും. അതായത് വാൾനട്ടിൻ്റെ മരമാണ്. വാൾനട്ട് നിൽപ്പുണ്ടാവില്ല, പക്ഷേ പച്ച കളറിലാണുള്ളത്. അതായത് വിളഞ്ഞ് പാകമായിട്ടില്ല. വീഡിയോയിൽ കാണാൻ പറ്റുന്നുണ്ടോയെന്ന് അറിയില്ല. 2 കോഫിക്ക് 6 ലാറിയാണ് ചാർജ് ചെയ്തത്. 7 ദിറംസ് അല്ലെങ്കിൽ ഒരു 8 ദിറംസ്. ഈ ഒരു പവർ പ്ലഗ് ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിയതാണ്. ഇവരുടെ യൂറോപ്യൻ സ്റ്റൈൽ പവർ പ്ലഗ് 15 ദിറംസ് ആയിരുന്നു ഇത്. അതുപോലെ ഈ ഒരു അഡാപ്റ്റർ വാങ്ങാൻ കിട്ടും. ഇത് 2 പീസ് 8 ദിറംസ് ആണെന്ന് തോന്നുന്നു. അപ്പോൾ ഇത് ഇവിടെ വരുമ്പോൾ മസ്റ്റായിട്ട് കൊണ്ടുവരിക. കാരണം ഈ ടൈപ്പ് കണക്ഷനാണ് നമുക്ക് കിട്ടുന്നത്. നമ്മൾ UAE യൂസ് ചെയ്യുന്ന പ്ലഗ് ഇവിടെ യൂസ് ചെയ്യാൻ പറ്റില്ല. ഈ ഒരു ഐറ്റം നമ്മൾ വാങ്ങിക്കൊണ്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. പൊതുവേ ഇവിടെ ഉള്ളൊരു ഈ ബ്രെഡ് ടൈപ്പിലുള്ള ഫുഡാണ് ബ്രേക്ക്ഫാസ്റ്റിന് കഴിക്കുന്നത്. ഇതാണ് നമ്മൾ ഇത്രയും സാധനമാണ് വാങ്ങിയത്, നേരത്തെ പോയിട്ട് വാങ്ങിയത്. ഇത് ഹോട്ട് ഡോഗാണ്. ഇതൊരു മീറ്റ് വെച്ചിട്ടുള്ളൊരു സാധനമാണ്. ഇത് നമ്മുടെ സാധാരണ ബണ്ണാണ്, ബ്രെഡ്. ഒരു ബ്രെഡ് എന്നാണ് പറയുന്നത്. ഫസ്റ്റ് വേർ വി ആർ ഗോയിങ്? Now we'll go to Skreita. Skreita, okay. Old Jwari Monastery. Okay, old capital. Old capital of Georgia. Okay. Jwari means cross monastery. First cross was very interesting
place. ഓക്കെ Sorry. Tbilisi Mall and Carrefour together. ആ ഓക്കെ ഓക്കെ നമ്മൾ ആദ്യം പോകുന്നത് ജ്വാരി മൊണാസ്ട്രിയിലോട്ടാണ്. മസ്കേത്ത എന്ന് പറയുന്ന ഒരു ഏരിയയിലാണ് ഈ ഒരു ജ്വാരി മൊണാസ്ട്രി വരുന്നത്. മസ്കേത്ത ജോർജിയയുടെ പഴയ തലസ്ഥാനമാണ്. ഇവിടെ നിന്നൊരു 20 കിലോമീറ്റർ ദൂരമാണ് പറയുന്നത്. നമ്മുടെ ഇടതുവശത്ത് കണ്ട റോഡിൻ്റെ ഇടയിലുള്ള 2 റോഡുകൾക്കിടയിലുള്ള ഒരു സ്പേസ് ആണ്. അവിടെ മുഴുവൻ ഈ നല്ല പൊക്കമുള്ള പൈൻ പോലെയുള്ള എന്തോ ഒരു മരങ്ങളൊക്കെ നട്ടിട്ട് ഒരു നല്ലൊരു ഒരു ഫോറസ്റ്റ് പോലെയുള്ള ഒരു ലുക്കാണുള്ളത്. ചില സ്ഥലങ്ങളിലൊക്കെ നല്ല തിക്കായിട്ടാണ് ഈ മരങ്ങളുള്ളത്. ട്ബിലിസി മോളാണിത്. കേരിഫോറൊക്കെ ഉണ്ട്. അത്യാവശ്യം നല്ല വലിപ്പമുള്ള ഒരു മാളാണ്. ട്ബിലിസി നമ്മളിപ്പോൾ ഔട്ടായി. വലതുവശത്ത് നമ്മുടെ ഖുറ റിവർ ഖുറ റിവർ. What is the another name? Makkavari. Quarry, Georgia. Quarry. Okay. Quarry river ആണ് സൈഡിൽ കാണുന്നത്. നമ്മൾ സിറ്റി ഏരിയ വിട്ടിട്ട് സിറ്റിയുടെ പുറത്തോട്ട് വന്നു. ഇപ്പോൾ ചെറിയ ചെറിയ ഗ്രാമങ്ങളൊക്കെ ഉള്ള ഒരു ഏരിയ ആയി. നമ്മുടെ ഇടതുവശത്തുണ്ട് ഒരു വലിയൊരു കുന്നാണ്. മരങ്ങളൊന്നുമില്ല, അതുപോലെ തന്നെ വീടുകളോ അങ്ങനെയൊന്നുമില്ല. പക്ഷേ വലതുവശത്ത് ചെറിയ ഷോപ്പുകളും ചെറിയ ചെറിയ വീടുകളൊക്കെ കാണുന്നുണ്ട്. ചെറിയ ചെറിയ വെജിറ്റബിൾ ഷോപ്പുകൾ അങ്ങനെയൊക്കെ ഉള്ളതുണ്ട്. ഇതിൻ്റെ പുറകിൽ നമ്മുടെ ഖുറ റിവറാണ്. ഞാൻ നേരത്തെ പറഞ്ഞ മസ്കേത്ത എന്നാണ് ഈ സ്ഥലത്തിൻ്റെ പേര്. നമ്മൾ ഏകദേശം എത്താറായി. നമ്മുടെ ഇടതുവശത്തൊരു റെയിൽവേ ലൈൻ കാണുന്നുണ്ട്. ദൂരെ നമ്മുടെ ജ്വാരി മൊണാസ്ട്രി കാണുന്നുണ്ട്. നമ്മൾ മെയിൻ റോഡിൽ നിന്ന് തിരിഞ്ഞിട്ടൊരു ചെറിയൊരു റോഡിലോട്ട് കയറി. ജ്വാരി കുന്നിൻ്റെ മുകളിലാണ് ഈ ഒരു മൊണാസ്ട്രി. നമ്മളിപ്പോൾ ആ കുന്നിങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു ഭാഗത്ത് നല്ല തിക്കായിട്ടാണ് ഇവിടെ മരങ്ങളുള്ളത്. ജ്വാരി ഓർത്തഡോക്സ് ചർച്ചാണ് ഇതെന്നാണ് നമ്മുടെ ഗൈഡ് പറയുന്നത്. ഇവിടുത്തെ ഒരു മെയിൻ ചർച്ചാണ്. ഈ മൊണാസ്ട്രി കാണാൻ വരുന്ന വിശ്വാസികൾ ഈ ഒരു ചർച്ചിലും കൂടെ പോയിട്ടാണ് പോകുന്നത്. നമ്മളെന്തായാലും ഇപ്പോൾ ജ്വാരി മൊണാസ്ട്രി മാത്രമേ കാണുന്നുള്ളൂ. നമ്മൾ മെയിൻ റോഡിൽ വെച്ചിട്ട് മൊണാസ്ട്രി കണ്ടപ്പോൾ തോന്നി തൊട്ടടുത്താണെന്ന് വിചാരിച്ചു. പക്ഷേ ഇപ്പോൾ ഒരു 5-6 കിലോമീറ്റർ ഡ്രൈവ് ചെയ്ത് വന്നിട്ട് നമ്മൾ എത്തിയിട്ടില്ല. അത്യാവശ്യം ഇനിയും ദൂരം ഉണ്ടെന്നാണ് തോന്നുന്നത്. ഈ കുന്നിൻ്റെ മുകളിൽ ആകെയുള്ള ഒരു കെട്ടിടം ഈ മൊണാസ്ട്രി മാത്രമേ ഉള്ളൂ ഇപ്പോൾ. നമ്മളിവിടെ ജ്വാരി മൊണാസ്ട്രിയുടെ താഴെ കൊണ്ട് പാർക്ക് ചെയ്തു. ഇതൊരു യുനെസ്കോ സൈറ്റും കൂടെയാണ്. ഈ സൈഡിൽ താഴെ മക്വാരി റിവറാണ്. അതിൻ്റെ മേളിലായിട്ടാണ് ഈ മൊണാസ്ട്രി വരുന്നത്. ഇത് ഒരുപാട് ആക്രമണങ്ങൾ പല പ്രാവശ്യമായിട്ട് ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തടുക്കാൻ വേണ്ടിയിട്ട് ഇവർ പലപ്പോഴായിട്ട് കോട്ടയും കാര്യങ്ങളൊക്കെ കെട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് പലപ്പോഴായിട്ട് ആക്രമണങ്ങളിലൊക്കെ തകർന്നത്. ആ കോട്ടയൊക്കെ തകർന്ന ആ കണ്ടീഷനിൽ തന്നെ ഇപ്പോഴും വെച്ചിട്ടുണ്ട്. This place was first cross, Ġwari, because after when they built this place they called Ġwari Monastery, Cross Monastery. These monks are from here 1 kilometer. This monastery, they are always here. Of course, I show you. Okay, one small one. For ceremony, something coming here for stay. But most of the time they are because they are not. Okay. Live children, so all lives they are here. Okay. Very hard. If you are not very strong inside, you cannot live all life. Because they have books. They doing candles, frescoes. They have agricultural lands. They have their roles, Okay. Life roles. നമ്മൾ വന്ന റോഡാണ് ആ കാണുന്നത്. നമ്മൾ ആ റിവറിൻ്റെ അവിടെയുള്ള റോഡ് ക്രോസ് ചെയ്താണ് വന്നത്. അവിടെ നിന്ന് നോക്കുമ്പോൾ വളരെ അടുത്താണെന്ന് തോന്നുന്നു. പക്ഷേ 6 കിലോമീറ്റർ ഉണ്ടെന്നാണ് ഗൈഡ് പറഞ്ഞത് ബൈ റോഡ്. ഈ കാണുന്നതാണ് മസ്കേത്ത സിറ്റി. Old capital of Georgia. Before Tbilisi, this town was capital of Georgia. Main town. Okay. From here, Tbilisi is 35 kilometers only. This is interesting here. United two river from West Georgia coming Kuram. Kuram river. And from North Georgia coming Aragvi. Tomorrow we will go north to the old mountains. Okay. This is Aragvi river. Aragvi and Kura. Here united after going to Tbilisi, such a Kura one river. Matkwari river. Matkwari river. Which dam it is? This dam Soviet Union time. They built. Zilwali?
No, genuinely tomorrow. ഓക്കെ This is Tretana. ഓക്കെ. മസ്കേത്ത ഡാമാണ് ആ കാണുന്നത്. ഇത് നമ്മൾ വന്ന This മെയിൻ is റോഡ്. historical old Treta, and after 2 kilometers, this is new Treta. So it's on your time. Okay. Common say it's this Treta. But this is historical. ആ ഓക്കെ. After this Giovanni Monastery, we will go down. I will show you Yeah, that is Svetitskhoveli one nice. Cathedral. വിച്ച് കത്തീഡ്രൽ? Svetitskhoveli. ആ Svetitskhoveli, this is from 10th century, and all Georgian kings' graves are inside. King baptized. ഓക്കെ ഓക്കെ So always was here because very holy place for us, for Okay. Georgians. ഓക്കെ ഓക്കെ Before Holy Trinity Church, this church was main church, okay. biggest church and main church. ഓക്കെ ഓക്കെ. Because King Corona is baptized, always went here. All this territory, all Treta included UNESCO. No one can build new homes like this. ദിസ് റെഡ് Yeah. ഈ മൊണാസ്ട്രി ഇരിക്കുന്ന ഈ കുന്നിൻ്റെ മേളിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഈ ഇതിൻ്റെ തൊട്ടടുത്തുള്ള പട്ടണവും അതുപോലെ തന്നെ താഴെയുള്ള വാലിയും വളരെ നന്നായിട്ട് കാണാം. ഇത് ഒരു പൊക്കത്തിലുള്ള സ്ഥലമായതുകൊണ്ട് തന്നെ പലപ്പോഴും ഈ ശത്രുക്കൾ വരുന്ന സമയത്ത് ഇത് ആക്രമിക്കപ്പെട്ടിട്ടുണ്ട്. 7-ാം നൂറ്റാണ്ടിൽ അറബികൾ ആക്രമിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ 13-ാം നൂറ്റാണ്ടിൽ മംഗോളിയക്കാർ ആക്രമിച്ചു. രാവിലെ തന്നെ നല്ല തിരക്കുണ്ട്. നമുക്ക് മേളിലോട്ട് കയറി നോക്കാം. Mr. Shaber, this is main entrance. This is close. Angels will come from very interesting handmade ornaments because 6th century was no technology. After window you can see fresco. And left side old alphabet also. ഇതിൽ കാണുന്ന കൊത്തുപണികളെല്ലാം 6-ാം നൂറ്റാണ്ടിൽ കൈകൊണ്ട് ചെയ്ത കൊത്തുപണികളാണ്. നമുക്ക് ഈ സൈഡിലോട്ട് പോയി നോക്കാം. GSO our This is around angels. ഓക്കെ ഓക്കെ. Of course this is very old and most of part of it's lost but you can 6-ാം നൂറ്റാണ്ടിൽ നിർമ്മിച്ച ഒരു മൊണാസ്ട്രിയാണിത്. കാലപ്പഴക്കം കൊണ്ട് പല കൊത്തുപണികളുമൊക്കെ ഭാഗികമായിട്ട് നശിച്ചു പോയി. ഇപ്പോൾ ഇത് യുനെസ്കോയുടെ അണ്ടറിലാണുള്ളത്. അപ്പോൾ യുനെസ്കോ ടീം ഇതിൻ്റെയൊക്കെ നശിച്ചുപോയ ഭാഗങ്ങൾ പുനർനിർമ്മിക്കുന്നുണ്ട്. സൂക്ഷിച്ച് നോക്കിയാൽ നമുക്കത് മനസ്സിലാക്കാൻ പറ്റും. ഒരു ചെറിയൊരു കളർ വ്യത്യാസം ഉണ്ടാവും. അത് അവർ ഇതിൻ്റെ പണി കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഒരു സെയിം കളർ പെയിൻറ് വെച്ചിട്ട് അതിനെ കവർ ചെയ്യും. അത് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. മുകളിലൊക്കെ ഉള്ള കൊത്തുപണികൾ കണ്ട് അതിപ്പോൾ നമുക്ക് പൂർണ്ണമായിട്ടും നശിച്ചു പോയത് കാണാൻ പറ്റും. പൂർണ്ണമായിട്ടല്ല, ഏകദേശം 90% നശിച്ചു പോയി. അതിൻ്റെ ബാക്കി വളരെ കുറച്ച് ഭാഗം മാത്രമാണ് ബാക്കിയുള്ളൂ. പക്ഷേ ഇപ്പോഴും അതിൻ്റെയൊക്കെ ഒരു പുനർനിർമ്മാണം യുനെസ്കോയുടെ അണ്ടറിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. I cannot come because I have this. ഓക്കെ ഓക്കെ. You can go inside. നമുക്ക് ഈ മൊണാസ്ട്രിയുടെ അകത്ത് കയറി നോക്കാം. നല്ല തിരക്കുണ്ട്. ഒരുപാട് വിസിറ്റേഴ്സ് ഉണ്ട്. പ്രാർത്ഥനയൊക്കെ നടക്കുന്നുണ്ട്. സെൻറ്റ് നിനോ സ്ഥാപിച്ച ഒരു മരക്കുരിശിൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു മരക്കുരിശ് സ്ഥാപിച്ചിട്ടുണ്ട് സെൻറ്ററിൽ. ഈ ഒരു ഭാഗത്താണ് പണ്ട് സെൻറ്റ് നിനോ ഒരു മരക്കുരിശ് സ്ഥാപിച്ചതെന്നാണ് വിശ്വസിക്കുന്നത്. ആ ഒരു കുരിശിൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു മരക്കുരിശുള്ളത്. ജോർജിയയിലെ ക്രിസ്തുമത പ്രചാരകയായിട്ടുണ്ടായിരുന്ന സെൻറ്റ് നിനോ കുന്നിൻ്റെ മുകളിലാണ് ക്രിസ്തുമത പ്രചാരണത്തിൻ്റെ ഭാഗമായിട്ട് ജോർജിയയിലെ ആദ്യത്തെ കുരിശ് സ്ഥാപിക്കുന്നത്. അതായത് മസ്കത്ത പട്ടണത്തിൽ നിന്ന് നോക്കിയാൽ കാണാൻ പറ്റുന്ന ഒരു വലിയൊരു മരക്കുരിശാണ് ഇവിടെ സ്ഥാപിച്ചത്. പിന്നീട് സ്വർഗത്തിൽ നിന്നൊരു മിന്നൽ ആ കുരിശിൽ പതിക്കുകയും അതിനുശേഷം ആ ഒരു കുരിശിന് ഒരു ദിവ്യത്വം കൈവന്നെന്ന് ആണ് വിശ്വാസികൾ വിശ്വസിക്കുന്നത്. അന്ന് സെൻറ്റ് നിനോ മരക്കുരിശ് സ്ഥാപിച്ച ഈ സ്ഥലത്താണ് ഇന്ന് ഈ കുരിശ്. കാലപ്പഴക്കം കൊണ്ട് ആ ഒരു സെൻറ്റ് നിനോ സ്ഥാപിച്ച കുരിശ് നശിച്ചു പോവുകയും പിന്നെ അതിൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ ഒരു കുരിശ് ഇപ്പോൾ സ്ഥാപിച്ചിരിക്കുന്നത്. ഈ ഒരു കുരിശിൻ്റെ പ്രത്യേകത ഉണ്ടോ, വളഞ്ഞിരിക്കുന്ന രീതിയിലാണ് ഈ ഒരു കുരിശുള്ളത്. സെൻറ്റ് നിനോ ക്രോസ് എന്നാണ് ഇത് അറിയപ്പെടുന്നത്. പ്രായം കൂടിയ മുന്തിരിവള്ളികൾ കൊണ്ടുണ്ടാക്കുന്ന ഒരു കുരിശാണിത്. ആദ്യകാലങ്ങളിൽ സെൻറ്റ് നിനോ ഇങ്ങനെയുള്ള കുരിശുകളാണ് നിർമ്മിച്ചത്. അങ്ങനെയാണ് ഇത് ഈ ഒരു ഷേപ്പിൽ ഉള്ള കുരിശുകൾ സെൻറ്റ് നിനോ ക്രോസ് എന്നും അറിയപ്പെടുന്നത്. Here one fresco, another fresco, and another fresco also. കൊത്തുപണി Every frescoes have old alphabet also, right? അവിടെ എല്ലാം കൊത്തുപണികളുണ്ട്. ഈ കല്ലിൽ ചിത്രങ്ങൾ കുത്തി വെച്ചിട്ടുണ്ട്. അതിലെല്ലാം പഴയ ആൽഫബറ്റിൽ ഇവരുടെ ബൈബിളിലെ കാര്യങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. ഇവിടെ ആ കോട്ടയുടെ അവശിഷ്ടങ്ങളാണ്. ഇപ്പോൾ ഇവിടെ എന്തൊക്കെ പണി നടക്കുന്നുണ്ട്. ഇത് നമ്മുടെ മൊണാസ്ട്രിയുടെ
പുറകുവശമാണ്. It was only cow and horse technology. It's very, very strong fundament. ഈ ഒരു കുന്നിൻ്റെ മേളിലാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. 6ാമത്തെ സെഞ്ചുറിയിൽ അന്ന് പുള്ളി പറഞ്ഞത് അന്ന് പശുക്കളും കഴുതയും മാത്രമാണ് ഉണ്ടായിരുന്നത്. ആ ഒരു റിസോഴ്സ് വെച്ചിട്ട് ഇവിടെ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഫൗണ്ടേഷനാണ് ഈ കോട്ടയ്ക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഈ മൊണാസ്ട്രിക്ക് വേണ്ടിയിട്ട് കെട്ടിയിരിക്കുന്നത്. അതാണ് നമ്മുടെ ഗൈഡ് പറഞ്ഞത്. ഇപ്പോൾ ഇവിടെ യുനെസ്കോ ക്ലോസ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ആക്ച്വലി ഇത് ഇവിടെ ഒരു സ്റ്റെപ്പ് ഉണ്ട്. ഇതുവഴി പോയി കഴിഞ്ഞാൽ അവിടെ ഒരു ഡോറ് കാണുന്നുണ്ട്, 2 ഡോറ്. അതിൻ്റെ ഉള്ളിൽ പോയി കഴിഞ്ഞാൽ 3 റൂം ഉണ്ടായിരുന്നെന്നാണ് ഗൈഡ് പറഞ്ഞത്. അതിപ്പോൾ ഒരു ഇങ്ങനെ നശിച്ചു പോയതുകൊണ്ട് ഇവിടെ വിളയിപ്പോയി, അതുകൊണ്ട് ക്ലോസ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. പണ്ട് മോങ്സ് സന്യാസിമാർ താമസിച്ചിരുന്ന സ്ഥലമാണ്. ജോർജിയയിലെ ഒരു പ്രധാന ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനും അതുപോലെ തന്നെ മതപരമായിട്ട് പ്രാധാന്യമുള്ള ഒരു സ്ഥലമാണ് ഈ ജ്വാരി മൊണാസ്ട്രി. ജ്വാരി എന്ന് പറഞ്ഞാൽ ജോർജിയൻ ഭാഷയിൽ കുരിശെന്നാണ് അർത്ഥം. ഈ ഒരു കുന്ന് അറിയപ്പെടുന്നത് ജ്വാരി ഹിൽസ് എന്നാണ് അറിയപ്പെടുന്നത്. സെന്നിനോയുടെയും കുരിശിൻ്റെയൊക്കെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ. ജോർജിയയുടെ പഴയ തലസ്ഥാനമായിരുന്ന മസ്കേത്തയിലാണ് ഈ ഒരു ജ്വാരി ഹിൽസ് വരുന്നത്. മുമ്പ് ജോർജിയ ഐബീരിയ എന്നുള്ള പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. ഐബീരിയയുടെ തലസ്ഥാനമായിരുന്നു മസ്കേത്ത. 6ാം നൂറ്റാണ്ടിലാണ് ഈ ഒരു മൊണാസ്ട്രി നിർമ്മിച്ചത്. കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ AD 585 പണി ആരംഭിച്ചിട്ട് AD 604 പൂർത്തിയാകുന്നത്. അന്ന് ഐബീരിയൻ രാജാവായിരുന്ന കിങ് ഡാച്ചിയാണ് ഇതിന് നേതൃത്വം കൊടുത്തത്. അതിന് മുമ്പ് തന്നെ ജോർജിയയിൽ ക്രിസ്ത്യാനിറ്റി കൊണ്ടുവന്ന സെന്റ് നിനോ 4ാം നൂറ്റാണ്ടിൽ ഈ കുന്നിന്റെ മുകളിൽ ഒരു മരക്കുരിശ് സ്ഥാപിച്ചിരുന്നു. ഇന്ന് കാണുന്ന രീതിയിൽ മൊണാസ്ട്രി പുതുക്കി പണിയുന്നത് ഗൗരം എന്ന് പറയുന്ന ഒരു രാജാവായിരുന്നു. പുരാതന ജോർജിയൻ വാസ്തുവിദ്യയിലാണ് ഈ ഒരു മൊണാസ്ട്രി നിർമ്മിച്ചിരിക്കുന്നത്. ഇതിന്റെ പ്രധാന അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഉള്ളിലുള്ള ഒരു മരക്കുരിശ് തന്നെയാണ്. നിരവധി വിശ്വാസികൾ ഇവിടെ എത്തുന്നുണ്ട്. മരക്കുരിശിന് വിശുദ്ധമായിട്ടുള്ള കഴിവുകളുണ്ടെന്ന് അവർ വിശ്വസിക്കുന്നുണ്ട്. ക്രിസ്ത്യാനിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട് വിശ്വസിക്കുന്നത് ജോർജിയയിൽ ആദ്യമായിട്ടൊരു കുരിശ് സ്ഥാപിക്കുന്ന ഈ സെന്നിനോ ഈ കുന്നിന്റെ മുകളിലാണെന്നാണ് വിശ്വാസികൾ വിശ്വസിക്കുന്നത്. ഇന്ന് ഈ സൈറ്റ് യുനെസ്കോയുടെ സംരക്ഷിത പട്ടികയിലുള്ള ഒരു സ്ഥലമാണ്. യുനെസ്കോയുടെ നിയന്ത്രണത്തിലാണ് ഈ മൊണാസ്ട്രിയും അതുപോലെ തന്നെ മസ്കേത്ത ഏരിയയിലുള്ള ഒരുപാട് സംഭവങ്ങൾ ഇപ്പോൾ യുനെസ്കോയുടെ അണ്ടറിലാണുള്ളത്. പ്രാദേശികമായിട്ടുള്ള വിശ്വാസികളും അതുപോലെ ടൂറിസ്റ്റുകളും ഒരുപോലെ സന്ദർശിക്കുന്ന ഒരു സ്ഥലമാണ് ജ്വാരി മൊണാസ്ട്രി. കുന്നിന്റെ മേളിൽ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റുന്ന ഒരു 360 ഡിഗ്രി വ്യൂ ഉണ്ട്, ഒരു പനോരമിക് വ്യൂ. മസ്കേത്ത സിറ്റി പൂർണ്ണമായിട്ട് നമുക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റും. അതുപോലെ കുറാ റിവർ, അതായത് അരാഗ്വി റിവറും കുറാ റിവറും ഒന്നിച്ച് ചേരുന്ന ഒരു സ്ഥലമുണ്ട്. ഈ ഒരു കാഴ്ചകൾ കാണാൻ വേണ്ടിയിട്ടൊക്കെ ഒരുപാട് ടൂറിസ്റ്റ് വരുന്ന ഒരു സ്ഥലമാണിത്. ജോർജിയ കാണാൻ വരുന്നവർ ഒരിക്കലും ഒഴിവാക്കാൻ പാടില്ലാത്തൊരു സ്ഥലമാണ് ഈ ജ്വാരി മൊണാസ്ട്രി. ഓക്കെ, നല്ല തണുത്ത കാറ്റുണ്ട് ഇതിൻ്റെ മേളിൽ നിന്ന്. ഇത് അല്പം നേരത്തെ ഞാൻ പറഞ്ഞില്ല പൊക്കമുള്ള സ്ഥലമാണ്, അപ്പോൾ നല്ല തണുത്ത കാറ്റാണ്. ഈ കോട്ടയുടെ ഒരു ഭാഗം താഴെ പാർക്കിംഗാണ്. അവിടെ ആ തെളിഞ്ഞു കാണുന്ന സ്ഥലമില്ല, അത് ഗോതമ്പ് കൃഷി ചെയ്യുന്ന വയലാണ്. പക്ഷേ ഇപ്പോൾ കൃഷി കഴിഞ്ഞിട്ട് ഇങ്ങനെ അടുത്ത കൃഷിക്ക് വേണ്ടിയിട്ട് ഒഴിച്ചിട്ടിരിക്കുകയാണ് അവർ. അങ്ങനെ ഇവിടെ ഏകദേശം 1.5 മണിക്കൂർ നമ്മളിവിടെ സ്പെൻഡ് ചെയ്തു. നല്ല ശാന്തമായിട്ടുള്ളൊരു സ്ഥലമാണ്, നല്ല തണുത്ത കാറ്റായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മളിപ്പോൾ അടുത്ത സ്പോട്ടിലോട്ട് പോവാണ്. അപ്പോൾ ഈ വീഡിയോയിൽ ജ്വാരി മൊണാസ്ട്രിയുടെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.